ശ്രീ ശങ്കുട്ടി ദാസ്, നോക്കൂ, ഇത് സി എ എന്ന് പറയുമ്പോൾ സി എ ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരപേക്ഷ പോലും കേരളത്തിൽ ഇല്ല. അഫ്ഗാനിസ്ഥാനിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ഒരാൾ പോലും കേരളത്തിലെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരള സർക്കാരിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ ഉള്ളിൽ ഒരപേക്ഷകനുമില്ല. അപ്പോൾ നമ്മളത് നടപ്പാക്കില്ല എന്ന് പറയാൻ, നടപ്പാക്കാൻ നമുക്ക് ആൾ വേണ്ടേ? ആളില്ല. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് കണ്ടതുകൊണ്ട് ഇത് നടപ്പാക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ന് മമതാ ബാനർജി പറഞ്ഞു ഇത് NRCയുടെ പ്രീകർസറാണ് എന്ന്. അങ്ങനെയാണ് എങ്കിൽ NRC നടപ്പാക്കേണ്ടത് പ്രധാന ഉത്തരവാദിത്തം നമ്മൾ അസമിൽ കണ്ടത് ആണ് തുടരുന്നത് എങ്കിൽ കേരളത്തിൻ്റെതാണ് അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെതാണ്. നമ്മളത് ചെയ്യില്ല എന്ന് വ്യക്തമായി പറയുകയാണ് എങ്കിൽ എങ്ങനെ അത് തടയാനാകും കേന്ദ്രത്തിന്? കേന്ദ്രത്തിന് തടയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ തങ്ങൾക്ക് അധികാരമില്ലാത്തൊരു കാര്യത്തിൽ ഞങ്ങളൊരു കാര്യം ചെയ്യും എന്ന് സംസ്ഥാന സർക്കാർ ആരേക്കോ വിഡ്ഢികളാക്കാൻ വേണ്ടി, ആരേക്കോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് യാതൊരു ഇമ്പാക്റ്റും ഇല്ല. അത് ഒരു അപ്രായോഗികമായ യഥാർത്ഥമായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭരണഘടനയിൽ 7th ഷെഡ്യൂൾ പ്രകാരം യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും ഉണ്ട്. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള സമ്പൂർണ്ണാധികാരം കേന്ദ്രത്തിന് മാത്രമാണ്, പാർലമെന്റിന് മാത്രമാണെന്ന് ഭരണഘടന ആർട്ടിക്കിൾ 246 246 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു നിയമം 246 പ്രകാരം പാർലമെന്റ് പാസ്സാക്കി കഴിഞ്ഞാൽ അത് നടപ്പാക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ബാധ്യതയാണെന്ന് ഭരണഘടനയുടെ തന്നെ ആർട്ടിക്കിൾ 256 പറയുന്നുണ്ട്. 256 പ്രകാരമുള്ള ആ ഉത്തരവാദിത്തം സംസ്ഥാനങ്ങൾ നിർവഹിക്കാതെ വന്നാൽ 258 ആർട്ടിക്കിൾ 258 പ്രകാരം സെൻട്രലിന് ഡയറക്ഷൻസ് കൊടുക്കാൻ സാധിക്കും. ഇവിടെ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ള എന്താണ്? ആർട്ടിക്കിൾ 131 പ്രകാരം സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൊടുത്തിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന വാദം എന്താണെന്ന് വെച്ചാൽ ഈ നിയമത്തിൽ ചട്ടങ്ങൾ രൂപീകരിച്ചു കഴിഞ്ഞാൽ ഇപ്രകാരം ഇത് നടപ്പാക്കാൻ 255 പ്രകാരം ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തം വരും. ഞങ്ങളത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ കേന്ദ്രം ഇത്തരത്തിലൊരു ഡയറക്ഷൻ തരാൻ സാധ്യതയുണ്ട്. അന്ന് ഞങ്ങളിത് നടത്താൻ നിർബന്ധിതരായി പോകും. അതുകൊണ്ട് ഇത് തടയണം എന്നുള്ളതാണ്. പക്ഷേ ആർട്ടിക്കിൾ 131 എന്ന് പറയുന്നത് എന്താണ്? ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഓഫ് ദി സുപ്രീം കോർട്ടാണ്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ തർക്കം വരുമ്പോൾ, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ തർക്കം വരുമ്പോഴാണ് ഇത് സംഭവിക്കുക. രാജ്യവ്യാപകമായിട്ടുള്ളൊരു നിയമം കേന്ദ്ര പാർലമെന്റ് പാസ്സാക്കിയാൽ അതിനെ സംസ്ഥാനങ്ങൾക്ക് ആർട്ടിക്കിൾ 131 ഉപയോഗിച്ച് ചാലഞ്ച് ചെയ്യാൻ സാധിക്കില്ല എന്ന് 2 വിധികളിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്ന് 1957 എന്താണ് കോൾ ലാൻഡ്സ് കേസ്, ബംഗാളിൽ ഉണ്ടായിട്ടുള്ള കോൾ ലാൻഡ്സ് കേസ്. ആ കേസിൽ സുപ്രീം കോടതി ബംഗാൾ സർക്കാർ കൊടുത്തിട്ടുള്ള 131 പ്രകാരമുള്ള ഹർജി തള്ളിക്കൊണ്ട് പറഞ്ഞു ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര പാർലമെന്റ് പാസ്സാക്കുന്ന നിയമത്തെ സംസ്ഥാനങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ 2012 മധ്യപ്രദേശ് സർക്കാർ കേന്ദ്ര സർക്കാർ നിയമത്തിനെതിരായി കൊടുത്ത കേസ്, അതും തള്ളി. 2015 ജാർഖണ്ഡ് സർക്കാർ സമാനമായിട്ട് 131 ഉപയോഗിച്ച് കൊടുത്തിട്ടുള്ള കേസ് ഭരണഘടനയുടെ വിശാല ബെഞ്ച് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കേസിൽ വിധി ഉണ്ടായിട്ടില്ല. ഇപ്പൊ എക്സിസ്റ്റിംഗ് പ്രസിഡന്റ് എന്താണ്? എക്സിസ്റ്റിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 131 പ്രകാരം ഒരു സെൻട്രൽ മെയ്ഡ് ലോയിനെ സംസ്ഥാനങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല. നിങ്ങളതിൽ ഭരണഘടനാ ലംഘനമാണ് പറയുന്നത്. ആർട്ടിക്കിൾ 14 വയലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 19 വയലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ റിറ്റ് ജുറിസ്ഡിക്ഷൻ ഇൻവോക്ക് ചെയ്യണം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32 പ്രകാരമുള്ള റിറ്റ് ജുറിസ്ഡിക്ഷൻ ആണ് നിങ്ങൾ ഇൻവോക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് വെറും പ്രഹസനമായിട്ടുള്ളൊരു ഹർജിയാണ്. ഇവിടെ തങ്ങൾക്ക് അധികാരമില്ലാത്തൊരു കാര്യം ഞങ്ങൾ നടപ്പാക്കില്ലെന്ന് പറയണം. നടപ്പാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ ചട്ടങ്ങൾ രൂപീകരിച്ചപ്പോൾ നമ്മൾ കണ്ടു എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് .nic.in എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. നിങ്ങളുടെ പേരും വിവരങ്ങളും കൊടുക്കാം. 2 സമിതികളാണ് ഇത് പരിശോധിക്കാനുള്ളത്. 2 സമിതികളിലും ക്ഷണിതാക്കളുടെ സ്ഥാനം മാത്രമേ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾക്കുള്ളൂ. അപേക്ഷകൾ പരിശോധിക്കാനുള്ള സമിതിയാവട്ടെ, അപേക്ഷകൾക്ക് അംഗീകാരം കൊടുക്കുന്ന സമിതിയാവട്ടെ, രണ്ടും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാരാൽ നിയന്ത്രിക്കപ്പെടുന്ന സമിതികളാണ്. ഇതിൽ കേവലം ക്ഷണിതാവിന്റെ സ്ഥാനം മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു അപേക്ഷ തള്ളാനോ ഏതെങ്കിലും ഒരു അപേക്ഷയ്ക്ക് അംഗീകാരം കൊടുക്കാനോ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്ന് റൂൾസ് കൂടി ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞ സാഹചര്യത്തിൽ വളരെ വ്യക്തമാണ്. പക്ഷേ ഞാൻ ശ്രീ ശങ്കുട്ടി ദാസ്, താങ്കളോട് സിഎയുടെ കാര്യം മാത്രമല്ല ചോദിച്ചത്. ഞാൻ ഇതുവരെയുള്ളവരോടെല്ലാം സിഎയുടെ കാര്യം മാത്രമാണ് ചോദിച്ചത്. ഞാൻ താങ്കളോട് പക്ഷേ NRC കൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞിരുന്നു. NRC രാജ്യം മുഴുവൻ നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞ പശ്ചാത്തലത്തിലാണ് ഞാൻ ആ ചോദ്യം ഉന്നയിച്ചത്. യെസ്, NRCയുടെ കാര്യം ഞാൻ പറയാം. അങ്ങ് പറഞ്ഞു ആസാമിലുള്ള സാഹചര്യമാണെങ്കിൽ ഇവിടെ നമുക്ക് അതിനെ പ്രതിരോധിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ആസാമിൽ NRC നടപ്പാക്കിയത് എങ്ങനെയാണെന്ന് 2 മിനിറ്റിൽ എന്നെ ഒന്ന് വിശദീകരിക്കാൻ അനുവദിക്കണം. 1985 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ആസാമിൽ നടന്നിരുന്ന പ്രക്ഷോഭത്തിനെ ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി ഒപ്പിട്ടിട്ടുള്ള ആസാം അക്കോർഡിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ് എന്ന് പറയുന്ന പദ്ധതി വരുന്നത്. ആസാമിൽ ഉണ്ടായിരുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പറ്റി, അനധികൃത കുടിയേറ്റത്തിനെതിരെ അവിടെ നടന്ന വലിയ പ്രക്ഷോഭം 1979 മുതൽ 85 വരെ ഓൾ ആസാം
ആസാം സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വലിയ പ്രക്ഷോഭം, അതിന്റെ ഭാഗമായി നടന്ന കൂക്കി മാസക്കർ, ഒറ്റ ദിവസം കൊണ്ട് 10,000-ഓളം ആളുകളെ കൊന്നു തള്ളിയിട്ടുള്ള കൂക്കി മാസക്കർ, ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ, അവിടെ ഉണ്ടായിട്ടുള്ള ആസാം അക്കോർഡിൽ പറഞ്ഞു 3 കാര്യങ്ങൾ DDD ഞങ്ങൾ നടപ്പാക്കും. എന്താണ്? ഡിറ്റക്ട്, ഡിലീറ്റ്, ഡിപ്പോർട്ട്. 1971 മാർച്ച് 24 മുമ്പ്, അതായത് ബംഗ്ലാദേശ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുൻപ് അതിനുശേഷം അസാമിലേക്ക് കുടിയേറിയിട്ടുള്ള മുഴുവൻ ആളുകളെയും കണ്ടെത്തുകയും അവരെ ഡിലീറ്റ് ചെയ്യും, ഡിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ പറഞ്ഞു. ആ ഉത്തരവ് ഇതുവരെ, അതായത് അക്കോർഡ് ഇതുവരെയായിട്ടും ഗവൺമെന്റ് നടപ്പാക്കിയില്ല. സ്വാഭാവികമായിട്ട് ഈ ഉടമ്പടിയിൽ ഒപ്പിട്ടിട്ടുള്ള മറ്റ് കക്ഷികൾ സുപ്രീം കോടതിയിൽ പോയി. 2013 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു, അസാം അക്കോർഡ് പ്രകാരം അസാമിലെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനം കേന്ദ്ര സർക്കാർ പൂർത്തീകരിക്കണം. അതിന് സുപ്രീം കോടതിയുടെ തന്നെ മേൽനോട്ടത്തിൽ അതിന്റെ ഒരു പശ്ചാത്തലത്തെ കുറിച്ചല്ലായിരുന്നു എന്റെ ചോദ്യം. ശരി, 2003 സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് വന്നപ്പോഴാണ് NRC എന്ന് പറയുന്നതിന് ഒരു ലീഗൽ ആയിട്ടുള്ള ഫ്രെയിം വർക്ക് ഉണ്ടായത്. അത് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ്. നമുക്ക് NRCയെ പറ്റി നമ്മൾ ഇപ്പോൾ സംസാരിക്കുമ്പോൾ NRCയുടെ ഒരു ഡ്രാഫ്റ്റ് പോലും നമ്മുടെ മുന്നിൽ ഇല്ല. ഞാൻ സംസാരിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രിയെ കോട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ശ്രീ ശങ്കുട്ടിദാസ്, രാജ്യം മുഴുവൻ NRC രജിസ്റ്റർ ഉണ്ടാകും എന്നാണ് എൻ്റെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ മമതാ ബാനർജിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ 3ാമത്തെ തവണയാണ് ഉദ്ധരിക്കുന്നത്. അവർ പറയുന്നത് ഈ CA നടപ്പാക്കുന്നത് NRCയുടെ പ്രീകർസർ എന്ന നിലയിലാണ് എന്നാണ്. അല്ല, അങ്ങനെ നിങ്ങൾക്കൊരു നിയമത്തെ എതിർക്കാൻ സാധിക്കുമോ? ഈ നിയമത്തിനെ അല്ല ഞങ്ങൾ എതിർക്കുന്നത്. പക്ഷേ ഈ നിയമത്തിന് ശേഷം വരാൻ പോകുന്ന മറ്റൊരു നിയമം വളരെ അപകടകരമാണ്. അത് നാളെ വന്നേക്കുമെന്ന് ഞങ്ങൾക്ക് അല്ല, ഈ നിയമത്തിന് ശേഷമുള്ള മറ്റൊരു നിയമമല്ല, രണ്ടും ഒരു പാക്കേജ് ആണ് എന്നുള്ളതാണ് വിശദീകരണം. താങ്കൾ അതിലേക്ക് നേരിട്ട് പിടിക്കുന്നില്ല. Debate with MV Nikesh Kumar.